ഇനി മൂന്നാമതായി എനിക്ക് ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പലരും അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് തന്നെ വഫാത്തായി. അവരൊക്കെ സ്വർഗീയ അവസ്ഥയിലാണ്, യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് അവരുടെ ആരുടെ ഖബറിന്റെ അടുത്താണ് നിങ്ങൾ ഇന്ന് തട്ടിക്കൂട്ടുന്നത് പോലെയുള്ള ഉറൂസ് മാമാങ്കങ്ങൾ നടക്കുന്നത്? ഉറൂസ് എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. എന്തെല്ലാം ആശയം സുന്നികൾ എന്ന് സ്വീകരിച്ചു പോകുന്നുണ്ടോ അത് മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ഇബ്നു കസീർ തന്നെ രേഖപ്പെടുത്തി വെച്ചില്ലേ, എല്ലാ വർഷത്തിന്റെയും തുടക്കത്തിൽ ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുഹദാഇന്റെ ഖബർ സന്ദർശിച്ചിരുന്നു. വഖദ് ജാഅ ഫിൽ ഹദീസി, എന്നല്ലേ ഉറൂസിൽ നടക്കുന്നത്. എല്ലാ വർഷത്തിന്റെയും തുടക്കത്തിൽ ആളുകൾ സിയാറത്ത് വർദ്ധിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അവരുടെ പേരിൽ ഖത്മുകൾ തീർക്കുന്നു. ഈ വർഷത്തിൽ ഒരിക്കലുള്ള സിയാറത്തിന് ആരാ പാരമ്പര്യം കാണിച്ചത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി പറ, വേറെ രേഖയിലിട്ടല്ല, ഞങ്ങളെ നേതാവിനെ തന്നെ എടുത്ത. വഫിൽ ഹദീസി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂറു ഖുബൂറ ശുഹദാ. ഹദീസിലുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാഇന്റെ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു. ഫീ റഅസി കുല്ലി ഹൗലിൻ, എല്ലാ വർഷത്തിന്റെയും തുടക്കത്തിൽ പ്രത്യേകമായി ആ സമയത്ത് തന്നെ സിയാറത്ത് ചെയ്തിരുന്നു. മറുപടി പറയണം. ഇത് നിങ്ങളെ പ്രമാണമാണ്. ഇബ്നു കസീറിന്റെ തഫ്സീറിനെ കുറിച്ച് നിങ്ങൾ എഴുതി വെച്ചത് ഭൂലോകത്ത് ഇതുപോലുള്ള ഒരു തഫ്സീർ വെളിച്ചം കണ്ടിട്ടില്ല എന്നാണ്. എന്താ നിങ്ങൾ എഴുതി വെച്ചത്? ചുരുക്കത്തിൽ ക്രോഡീകൃത തഫ്സീറുകളിൽ ഏറ്റവും നല്ല തഫ്സീർ ഇബ്നു കസീറിന്റേതാണ്. ക്രോഡീകൃത തഫ്സീറുകളിലെ ഏറ്റവും നല്ല തഫ്സീർ ഇബ്നു കസീറിന്റേതാണ് എന്ന് നിങ്ങൾ എഴുതി വെച്ച, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായി എന്ന് അദ്ദേഹത്തെ കുറിച്ച് എഴുതി വെച്ച, അൽമനാറിൽ 1986 നിങ്ങൾ എഴുതി വെക്കപ്പെട്ട നിങ്ങളെ ഇബ്നു കസീറ പറയുന്നത്. മറുപടി പറഞ്ഞാൽ മതി. ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ സമൂഹത്തോട് പറയുന്നുണ്ടോ അത് മുഴുവനും രേഖകളാണ്. അതിനൊക്കെ ആൺകുട്ടികളായിട്ട് നെട്ടല് നിർത്തി മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയും ചെയ്യും. ആ നെട്ടലിന് പകരം വായപ്പിണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും പേര്. പിന്നെ നിങ്ങൾ പറഞ്ഞത് മാമാങ്കം, ഉറൂസ് മാമാങ്കം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഇവിടെ പല അനാചാരങ്ങളും ഉറൂസിന്റെ പേരിൽ നടക്കുന്നുണ്ട്. അതാണെങ്കിൽ അതാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്. അത് ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. ആ ഉറൂസ് മാമാങ്കങ്ങൾ എന്ന് പേരിട്ട് നിങ്ങൾ പറഞ്ഞ പ്രയോഗിച്ച സംഗതികളുണ്ടല്ലോ, ഉറൂസിന്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങളും വൃത്തികേടുകളും ഏതെങ്കിലും നാട്ടിൽ ആലിമീങ്ങളെ സ്വീകരിക്കാതെ നടത്തപ്പെടുന്നുവെങ്കിൽ അത് അനാചാരങ്ങളാണെന്ന് ആൺകുട്ടികളെ പോലെ സമസ്ത തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. സമസ്ത നേർച്ചയിൽ അനാചാരങ്ങളെ എതിർത്തു എന്ന് സെൽസബീൽ മാസിക 1984 ഒക്ടോബർ മാസത്തിൽ 25-ാമത്തെ പേജിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നേർച്ചയിലുള്ള അനാചാരങ്ങളെ എതിർത്തു എന്ന് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മറുപടി പറ. അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ മാമാങ്കങ്ങൾ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതും സുന്നത്ത് ജമാഅത്തിന് മുകളിലേക്ക് കൊണ്ടുവന്ന് ചാർത്താമെന്ന് നിങ്ങൾ വിചാരിക്കണം.